ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 400 ഗ്രാമോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 7-8 സവാള, ഒരു പിടിയോളം കറിവേപ്പില, ഒരു പിടി പച്ചമുളക്, ഒരു പിടി ഇഞ്ചി, 6-7 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിൽ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുള്ളതാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കായപ്പൊടി, 3/4 ടീസ്പൂൺ ഉലുവപ്പൊടി. കൂടാതെ നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. കൂടാതെ ആവശ്യത്തിന് വിനാഗിരി. ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ശർക്കര കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക. അച്ചാറുകളൊക്കെ നല്ലെണ്ണയിൽ പാകം ചെയ്യുന്നതാണ് നല്ലത്. കാരണം കൂടുതൽ നാൾ കേടാകാതിരിക്കും. കൂടാതെ അലുമിനിയം ഇരുമ്പ് പാത്രത്തിൽ ഒരിക്കലും അച്ചാറുകൾ ഉണ്ടാക്കരുത്. കാരണം വിനാഗിരി ചേർക്കുന്ന കാരണം കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി നന്നായി എണ്ണയിൽ പകുതിയോളം മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി പകുതിയോളം വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ സമയം എണ്ണയിൽ മൊരിയിച്ചെടുക്കേണ്ട കാര്യമില്ല. പകുതി വേവ് ആയ ശേഷം നമുക്കിനി വെള്ളമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വെളുത്തുള്ളി മുഴുവനായി മാറ്റിയ ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാള ഈ എണ്ണയിൽ തന്നെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. സവാള ചേർക്കുന്ന കാരണം ഈ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു കറിയില്ലെങ്കിലും ഇത് മാത്രം കൂട്ടി ചോറുണ്ടാവുന്നതാണ്. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇതിൽ വലിയ വലിയ പീസുകളുണ്ടെങ്കിൽ എടുത്തു മാറ്റുക. ഈ സമയം കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. സവാള നന്നായി മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണിത്. ഉപ്പ് ചേർക്കുന്നതോടെ സവാള നന്നായി മൊരിഞ്ഞു വരും. ഇപ്പം നമ്മൾ ഇട്ട സവാള കുറേ ഒതുങ്ങി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മേലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്.
കറിവേപ്പില ഇതിലേക്ക് ചേർക്കാം. കറിവേപ്പിലയും സവാളയും നന്നായി എണ്ണയിൽ വഴറ്റിയ ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഇതെല്ലാം യോജിപ്പിച്ച ശേഷം നന്നായി മൊരിയിച്ചെടുക്കുക. ഇതെല്ലാം നന്നായി വഴണ്ട് മൊരിഞ്ഞു വരുമ്പോഴാണ് ഈ അച്ചാർ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. സവാളയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വേപ്പിലയുടെയും ഒക്കെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗം ആയാൽ മതിയാകും. ഇനി എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളി ചേർത്ത ശേഷം എല്ലാം ഒരുമിച്ച് യോജിപ്പിക്കുക. ഈ സമയം കുറച്ച് ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എടുത്ത് വെച്ചിരിക്കുന്ന 6 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1.5 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. പൊടികൾ ചേർക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുത്. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയം എടുത്തു വച്ചിരിക്കുന്ന 3/4 കപ്പ് വിനാഗിരി കൂടി ചേർക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കുക. നന്നായി യോജിപ്പിച്ച ശേഷം കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വിനാഗിരി ചേർക്കാവുന്നതാണ്. വളരെ തിക്കായിട്ടുള്ള ഫോമിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിനാഗിരി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര കൂടി ചേർക്കാം. ശർക്കര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.
സബ്സ്ക്രൈബും ചെയ്യണം.